ആത്മീയമായ അള്ളാന്റെ സഹായം നമുക്ക് ഇറങ്ങണോ? നമ്മൾക്കിടയിലുള്ള വിദ്വേഷം നമ്മൾ മാറ്റിയെടുക്കണം, അല്ലാതെ രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഒന്ന് രണ്ട് ഹദീസ് ഒന്ന് കേട്ടോളി. നമുക്കിടയിലുള്ള വെറുപ്പുണ്ടല്ലോ, കുടുംബക്കാർ കണ്ടാ മിണ്ടൂല, നാട്ടുകാർ കണ്ടാ മിണ്ടൂല, സുഹൃത്തുക്കൾ കണ്ടാ മിണ്ടൂല, രക്തബന്ധുക്കൾ കണ്ടാ മിണ്ടൂല, ജ്യേഷ്ഠൻ അനുജനെ കണ്ടാ മിണ്ടൂല, അനുജൻ ജ്യേഷ്ഠനെ കണ്ടാ മിണ്ടൂല, ചേട്ടത്തി അനിയത്തെ കണ്ടാ മിണ്ടൂല, നാത്തൂനെ കണ്ടാ മിണ്ടൂല. എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ മുസ്ലിങ്ങൾ പോലും, നമ്മളൊക്കെ മുസ്ലിങ്ങളെ പോലും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കണേ എൻ്റെ പൊന്നു പെങ്ങളെ, സഹോദരങ്ങളെ. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നവരാരോ, ആഖിറത്തിലെ ദുർവിചാരണയെ ഭയപ്പെടുന്നവരാരാണോ, അവർ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ അവർ കൂട്ടിയിണക്കണേ. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ഏതൊരു ബന്ധം ചേർക്കണമെന്നാണോ ഖുർആൻ പഠിപ്പിച്ചത്, ആ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ, കൂട്ടിയിണക്കണേ. അത് നിങ്ങൾ ഭിന്നിപ്പിക്കരുതേ, ചിന്ന ഭിന്നമാക്കരുതേ. തമ്മിലടിച്ച് മിണ്ടാതെ സംസാരിക്കാതെ രണ്ട് ഭാഗത്തൊക്കെ ആയി പോയാല് നമ്മുടെ നിസ്കാരവും അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമല്ല, ദുആയും സ്വീകാര്യമല്ല. ويخشون ربهم ويخافون سوء الحساب. അല്ലാഹുവിനെ ഭയമുള്ളവരാരാണോ, ആഖിറത്തിന്റെ ദുർവിചാരണയെ ഭയപ്പെടുന്നവരാരാണോ, അവർ തമ്മിൽ ഐക്യത്തിലാകട്ടെ, രമ്യതയിലാകട്ടെ. ഇന്ന് വരെ മിണ്ടാതിരുന്നവരാണോ, സംസാരിക്കാത്തവരാണോ, പുഞ്ചിരിക്കാത്തവരാണോ, സലാം പറയാത്തവരാണോ, നിങ്ങൾ ഇസ്ലാമിന്റെ മക്കളാണോ, മുസ്ലിമീങ്ങളാണോ, ഇന്ന് നിങ്ങൾ തൗബ ചെയ്ത് പിണക്കങ്ങൾ മാറ്റണേ. എങ്കിലേ എൻ്റെ പൊന്നു സഹോദരാ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നേർച്ച, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ നാളെ ഒരു നോമ്പ് നേർച്ച നേർന്നാൽ അത് സ്വീകരിക്കണമെങ്കിൽ പരസ്പരം ആരുടെങ്കിലും വിദ്വേഷ വെറുപ്പോ മിണ്ടാട്ടുണ്ടാ ഉരിയാട്ടൊക്കെ ഉണ്ടാ, അങ്ങനെ മിണ്ടാടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്തിട്ട് സലാം പറഞ്ഞോ. ഇല്ലാതെ നമ്മുടെ വീട്ടിലും ബർക്കത്തിറങ്ങൂല, നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങൂല, നമുക്ക് അല്ലാന്റെ സഹായം ഉണ്ടാവൂല. അത് ഉറപ്പായ കാര്യമാണ്. പരസ്പരം തമ്മിലടി. സഹാബാക്കളുടെ വിജയം പരസ്പര ഐക്യമായിരുന്നു, അതുകൊണ്ട് അല്ലാഹു അവരെ സഹായിച്ചു. നമ്മൾ പരസ്പരം കണ്ടാൽ മിണ്ടൂല. ഭയങ്കര വൈരാഗ്യമാണ്, ഭയങ്കര ധാർഷ്ട്യമാണ്, ഈഗോ. എന്ത് ഈഗോ? ആരുടെ മുന്നിൽ ഈഗോ കാണിക്കുന്നത്? നാളെ നരകത്തിൽ പോയി കിടക്കുമ്പോ ഈഗോ ഒന്നും കാണിക്കാൻ ആരും വരൂല അവിടെ. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله. കുടുംബബന്ധം മുറിച്ചവരെ, പരസ്പരം കണ്ടാലും മിണ്ടാത്ത കുടുംബങ്ങളെ, അല്ലാഹുവിന്റെ വാക്കാണ് മക്കളെ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർ ശപിക്കപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ ശാപം പേറിയവരാണ്. അവരുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ ഖുർആൻ പാരായണം അല്ലാഹ്ക്ക് വേണ്ട. ആയിരങ്ങൾ പതിനായിരങ്ങൾ അവർ സദഖ ചെയ്യട്ടെ, അവരുടെ സദഖയും അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. കാരണം പരസ്പരം കണ്ടിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായി. എന്നാലോ ഇരുകൂട്ടരും നമസ്കാരമുള്ളവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഉംറയ്ക്ക് പോയവരാണ്, ഹജ്ജ് ചെയ്തവരാണ്. പക്ഷേ ഇന്നേവരെ മിണ്ടാട്ടമില്ല, സംസാരമില്ല. ഞാൻ ആണയിട്ട് പറയുന്നു, അവരുടെ നമസ്കാരവും ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് വെറുതെ പറയുന്ന വാക്കല്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഖബറിൽ രക്ഷ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മിണ്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് മിണ്ടിക്കോ.
അള്ളാന്റെ സഹായമല്ലേ കിട്ടൂല. ദുആ സ്വീകരിക്കൂല, ദിക്ർ സ്വീകരിക്കൂല, ഒന്നും മുകളിലോട്ട് പോകില്ല, തട്ടി നിൽക്കും, കോൺക്രീറ്റിൽ തട്ടി നിൽക്കുന്ന പോലെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയാണ്, ഉൻഷിദുല്ലാഹ അലാ കുല്ലി ഖാതിഇ റഹിമിൻ ലമ്മാ ഖാമ അന്നാ. ഈ സദസ്സിലുള്ളവരിൽ ആരെങ്കിലും പരസ്പരം മിണ്ടാത്തവരുണ്ടോ? ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ, ഞാൻ ആണയിടുകയാണ്. ഉൻഷിദുല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണയിട്ട് പറയുകയാണ്, പരസ്പരം മിണ്ടാത്ത വിഭാഗങ്ങളോ കുടുംബക്കാരോ മഹല്ലുകാരോ ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലമ്മാ ഖാമ അന്നാ, അവർ നമ്മിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. എന്തേ കാരണമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ. നമ്മുടെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവാൻ. ആ റബ്ബിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. വ ഇന്ന അബ്വാബൽ ഇജാബ മുർതജത്തുൻ ദൂന ഖാതിഇ റഹീം. ഒരു മഹല്ലിലോ ഒരു തറവാട്ടിലോ ഒരു കുടുംബത്തിലോ ഒരു സദസ്സിലോ പരസ്പരം മിണ്ടാത്തവരുണ്ടെങ്കിൽ ആ സദസ്സിൽ വെച്ച് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിക്ക് വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, പരസ്പരം മിണ്ടാത്തവരെ ഈ സദസ്സിൽ നിന്ന് ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ എഴുന്നേക്കോ? ഞാനിപ്പോൾ ഈ സദസ്സിൽ നിന്ന് മിണ്ടാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോ, ഞങ്ങൾക്ക് ഇവിടെ ദുആരക്കാരൻ്റെ പാനിപ്പറ ഉസ്താദ് വരുന്നുണ്ട്, ദുആരക്കാൻ, ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടണം, ജയിച്ചത് എഴുന്നേറ്റ് പോന്ന് പറഞ്ഞാൽ ആരും എഴുന്നേറ്റ് പോ. നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കാത്ത ഇതാ പെങ്ങളെ, നമ്മുടെ ദുആ സ്വീകരിക്കാത്ത ഇതാണ്. നമ്മൾ എത്ര കരഞ്ഞ രാത്രി ദുആരക്കുന്നുണ്ട്, എത്ര മജ്ലിസ് ദുആരക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ കിട്ടാത്തത്? എന്താ കിട്ടാത്ത? നമുക്ക് നിരാശയുണ്ടോ? അല്ലാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ലാഹു ദുആ സ്വീകരിക്കാതിരിക്കൂല. പക്ഷെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് വണ്ടി അങ്ങോട്ട് പോകാത്തത്. മുകളിലോട്ട് കയറുന്നില്ല, സംഭവം മുകളിലോട്ട് കയറുന്നില്ല. കയറാത്ത എന്താ? പ്രശ്നങ്ങളാണ്, പരസ്പര അടിയാണ്. വീട്ടിലോടി, കുടുംബത്തിലോടി, നാട്ടിലോടി, മഹല്ലത്തിലോടി, അടിയോടടി, പൊരിഞ്ഞ അടിയാണ്. ജുമാ നിസ്കരിക്കുന്നത് പോലീസ് വണ്ടിയുടെ കാവലിലാണ്. ഞാനിപ്പോ അടുത്ത 1-2 പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കാരത്തിന്റെ കാവല് പോലീസ് വണ്ടി. ജുമാ നിസ്കരിക്കാൻ എന്തിനാ പോലീസ് വണ്ടി? ഇമാമിന്റെ മെഹ്റാബിന്റെ അടുക്ക 3-4 പോലീസ്. ഇതെന്താ മക്കലെ ഇമാമാണ്? കേരളത്തിൽ പോലീസ് നിൽക്കുകയാണ് സംഭവം. ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എപ്പോഴും പോലീസ് വണ്ടി, ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ജുമാ കഴിഞ്ഞാൽ ഇടിച്ചതിനകത്ത് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് കിടക്കാണ്, വണ്ടി കിടക്കാണ്. നമ്മുടെ മഹല്ലുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ മഹല്ലുകളിലും, കേരളത്തിന്റെ പല പല മഹല്ലുകളിൽ ഞാൻ സഞ്ചരിക്കുന്ന ആളാണ്. അടിയോടടി. എന്ത് ചെയ്യാനാ? എങ്ങനെ പ്രസംഗിക്കും? എങ്ങനെ ഇമാമത്ത് നിൽക്കാൻ തന്നെ മനസ്സിന് റാഹത്തില്ല. പിന്നെ ആര് നിൽക്കും ഇമാമത്ത്? ഇത് നമ്മളിത് കളഞ്ഞാൽ എന്ത് ചെയ്യും? ആ വിഷമം കൊണ്ട് ഗതിയില്ലാതെ നിന്ന് പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇമാമിന് പറയാൻ പറ്റുമോ? ഇമാമിന് മെമ്പറിൽ നിന്ന് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഉടനെ പ്രസിഡന്റ് അടുത്ത കത്തോട് ഇയാൾ അടുത്ത ആഴ്ച പറഞ്ഞ പോടോന്ന് പറയും. തീർന്നില്ലേ? പിന്നെ ഉടനെ ഇമാമിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്ത് അയാളെ കൊണ്ടുവന്നില്ലേ, പ്രസിഡന്റ് നിന്നെ പൊക്കിയെടുത്ത് ഞങ്ങൾ കണക്ട് ചെയ്യുമെന്ന് പറയും. അടിയായി അവിടെ. അപ്പൊ ഇമാമിന്റെ ഭാഗം ഒരു ഭാഗം, പ്രസിഡന്റിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗം. പിന്നെ അവിടെ തമ്മിലടിയ ഒരു മഹൽ 2ആയിട്ട് മാറുകയാണ്. ഒരു മഹൽ 2ആയിട്ട് പിരിയാണ്. അപ്പം അള്ളാഹു ഭയമുള്ള ഇമാമാണെങ്കിൽ പറയും, സഹോദരങ്ങൾ ദയവ് ചെയ്ത് പ്ലീസ് ഞാൻ അങ്ങ് പോയേക്കാം, എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, തമ്മിലടിക്കരുത്, നമ്മൾ 2ആയിട്ട് പിരിയാൻ പാടില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഞാൻ അങ്ങോട്ട് മാറാം. അതാണ് ഏറ്റവും നല്ലത്. ഇമാം അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രശ്നമാണെങ്കിൽ അള്ളാഹ് മാസലാം വണ്ടി വിട്ട് പോകണം. കാരണം ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 60 വർഷം ജോലി ചെയ്യാനുള്ള പള്ളിയുണ്ട്. 1 മാസം ഒരു പള്ളി നിന്നാൽ മതി. ഞങ്ങൾ കണക്കൂട്ടി വെച്ചിരിക്കുക. 60 വയസ്സ് വരെ. 60 വയസ്സ് വരെയൊക്കെ ഈ സ്വരം കാണത്തുള്ളൂ. സ്വരം കളഞ്ഞാൽ പിന്നെ മൊയ്ലിയാരും തങ്ങളെ ഒന്നും ആർക്കും വേണ്ട. സ്വരം പോയി. അപ്പൊ 1 മാസം ഒരു പള്ളി നിന്നാൽ മതി. അങ്ങനെ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ജോലി ചെയ്യാനുള്ള പള്ളിയുണ്ട് 60 വർഷം വരെ. പിന്നെ നമ്മൾ കോട്ടയം ജില്ല, എറണാകുളം ജില്ല ഒക്കെ വരുമ്പോൾ പിന്നെ 10-90 വയസ്സ് വരെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ജീവിക്കാമല്ലോ. 1 മാസം നിന്നാൽ മതി.
ഒരു മാസം നിന്നാ മതി. ഉള്ള ഹക്ക് തുറന്നു പറഞ്ഞിട്ട് പോ. എന്തിനാ അവിടെ കടിച്ചു കിടക്കാൻ പോണത്? എല്ലാ പള്ളികളിലും പോ, എല്ലാ മഹല്ലത്തിലും പോ, എല്ലാ മഹല്ലിലും പോയിട്ട് നമ്മുടെ ദീനും ദഅവത്തും പ്രചരിപ്പിക്ക്. അറിയട്ടെ, 10 പേരോട്ടുള്ള ബന്ധം ഉണ്ടാകട്ടെ, ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മളതിനെ പേടിക്കുന്നത് അള്ളാഹ് അല്ല നമ്മുടെ റിസ്ക് തരുന്നത്, കമ്മിറ്റിക്കാരല്ലല്ലോ. അള്ളാഹ് അല്ല നമ്മുടെ റിസ്ക് തരുന്നത്. നമ്മൾ ആരെ പേടിക്കാനാണ്? ഉള്ളത് തുറന്നു പറ. ഞാൻ എൻ്റെ ഏത് പള്ളിയിൽ ജോലി ചെയ്താലും ഞാൻ കമ്മിറ്റിക്കാരെ തമ്മാടിത്തരം എല്ലാം കണ്ടാൽ ഞാൻ വിളിച്ചു പറയും. എനിക്കൊരു പേടിയൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ പറഞ്ഞു വിടുക. അതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ സാധനമൊക്കെ വീട്ടിലായിരിക്കുന്നത്. കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ വേണ്ടിയുള്ള സാധനം കൊണ്ടുവരും. ജുമാ കഴിഞ്ഞ് അപ്പോഴേ പോകും. അടുത്ത ആഴ്ച വേണ്ട പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒന്നും പറക്കാനൊന്നുമില്ല, അലമാരിയിൽ നിന്നൊന്നും പറക്കിക്കൊണ്ട് പോകാനൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. എവിടെയും ധൈര്യമായിട്ട് പോകാം. പച്ചയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്യാം. അലിമിങ്ങളുടെ ബാധ്യതയല്ല ഇത്. മഹല്ലുകളിൽ കാണിക്കുന്ന തെമ്മാടിത്തരുന്ന എന്താ? മഹല്ലിൽ അധികാരം കിട്ടാൻ വേണ്ടി പിടിച്ച് കടിച്ചു തൂങ്ങല്ലേ. ഈ മഹല്ലിൽ അധികാരം കിട്ടി ഇവർക്ക് എന്ത് കിട്ടാനാണ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രസിഡന്റ് പദവി, ഒരു സെക്രട്ടറി പദവി കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ്? ഇതെന്താ പഞ്ചായത്താ, അല്ലെ മുനിസിപ്പാലിറ്റിയാ, അല്ലെ കോർപ്പറേഷനാ? ഈ മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാദ്യം പഠിക്കുക. എന്താ ഈ മസ്ജിദ്? നിങ്ങൾക്കറിയാം മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? നമ്മളൊക്കെ മസ്ജിദിൽ പോയി നമ്മൾ സാധാരണ പറയുന്ന പാക്കെന്താ? പള്ളി എന്നാ. അതാ കുഴപ്പം വന്നു പോയത്. നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചു പോയി. പള്ളിക്ക് എവിടെ പോടാ? പള്ളിക്ക് പോകണം. ക്രിസ്ത്യാനികൾ വെച്ചാ ശോശാമേ നീ എവിടെ പോവാ? പള്ളി പോവാന്ന് പറയും. എലിയാമേ നീ എവിടെ പോന്ന്? പള്ളി പോകണം. എന്താ? പള്ളിയിൽ അച്ഛൻ്റെ കുർബാന ഉണ്ട്, ഞാൻ പോവാണ്, പള്ളിയിൽ പോവാണ്. സുലൈമാൻക്ക് അങ്ങോട്ട് പോന്നെ, പള്ളിയിൽ പോകണം. എന്താ? മൊയ്ലിയാരെ കുർബാന ഉണ്ട്, കേൾക്കാൻ പോവാണ്. നമ്മള് പറയുന്ന വാക്കതാ പള്ളി എന്നാണ്. അല്ലാഹു തആല നമുക്ക് ഉപയോഗിച്ച വാക്ക് മസ്ജിദ് എന്നാണ്. നമ്മളാരും അത് ഉപയോഗിക്കാറില്ല. എന്നാ ഹിന്ദുക്കൾ മന്ദിർ കിധർ ജാത്തെ? മന്ദിർക്കു ജാത്തെ. മന്ദിർക്കു ജാത്തെ. അവര് മന്ദിർ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അവര് മന്ദിർ എന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ മസ്ജിദ് എന്ന്? നമ്മളെവിടെ ഉപയോഗിക്കുന്നത്? പേരിൽ മാത്രം. മുഹയ്യിദ്ദീൻ മസ്ജിദ്, ജുമാ മസ്ജിദ്, മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദ്. അതല്ലാതെ എവിടെ പോവാം? മസ്ജിദിൽ പോകണം. നമ്മൾ ആരും പറയില്ല പള്ളി പോ. അങ്ങനല്ലേ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്? അങ്ങനെയാണോ? മാറ്റിയെടുക്കണം. നമ്മളിത് പറഞ്ഞു നമ്മളും പ്രസംഗത്തിൽ പറയുന്ന വാക്ക് പള്ളി എന്നായി പോയി അല്ലേ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കല്ല. ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു തആല മസ്ജിദാൻ ലമസ്ജിദുൻ നുസ്സിസ അലാ തഖ്വാ. അല്ലാഹു പറഞ്ഞ മസ്ജിദ് എന്നല്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അബദാ. വഅന്നൽ മസാജിദ് അല്ലാഹു പറഞ്ഞ വാക്കാണ്. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ മസ്ജിദ് അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിലൊക്കെ. മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞ ഭാഷാർത്ഥം എന്താണ്? ഇദാ ഉളിഅ ജബ്ഹതുഹു അലൽ അർദ്. അവൻ ഭൂമിയിൽ അവൻ തല വെക്കുന്നതിനാണ് മസ്ജിദ് എന്ന് പറയാ. അതാണ് അതിന്റെ അർത്ഥം. നെറ്റിത്തടം കൊണ്ട് സമർപ്പിക്കുന്നതിന്. രണ്ടാമത് ശർഇൽ അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം അതെവിടെ? ഭൂമി മുഴുവനും അല്ലാഹു നമുക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ചെയ്ത ഒരു നിഅമത്താണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് നമസ്കരിക്കാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജുഇലതി ലി അൽ-അർളു മസ്ജിദൻ വ തഹൂറാ. ഞാൻ എവിടേക്ക് പോയാലും അല്ലാഹു ഭൂമി എനിക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിസ്കാര സമയമായോ? ഇവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. നിങ്ങൾ പ്രതിഷേധത്തിന് വേണ്ടി ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയാൽ മുസല്ലയിട്ട് അവിടെ നിസ്കരിക്കാം. ഹൈവേ ബ്ലോക്ക് ചെയ്യാണോ? നിങ്ങൾ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. പമ്പിൽ കയറിയാൽ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഈ ആഖിറുമ്മത്തിന്റെ പ്രത്യേകതയാണ്. ജുഇലതി ലി അൽ അർളു മസ്ജിദൻ വ തഹൂറാ. ഈ ഭൂമി അല്ലാഹു എനിക്ക് മസ്ജിദാക്കി ശുദ്ധമാക്കി വെടിപ്പാക്കി നൽകി. ഫഅയ്യുമാ റജുലിൻ അദ്റകതുഹു സ്വലാ. ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽയുസല്ലി, അവൻ ആ മണ്ണിൽ നമസ്കരിച്ചു കൊള്ളട്ടെ. എവിടെയാണോ അവിടെ നമസ്കരിച്ചു കൊള്ളട്ടെ. അല്ല പള്ളിയുടെ മിനാരം തിരക്കി ഇങ്ങനെ പോകണ്ട.
പള്ളിയുടെ മിനാരന്തരക്ക് പള്ളി കണ്ടില്ല അടാ അസർ ഇപ്പൊ ഖലാവ് 6:10 വാങ്ങ അസർ നിസ്കരിച്ചില്ല ടെൻഷൻ അസർ നിസ്കരിച്ചില്ല. എന്തിനു ടെൻഷൻ അടിക്കണം? പള്ളി കാണണ്ട, നീ സൈഡിൽ വണ്ടി നിർത്ത്. നിന്റെ കയ്യിൽ ഇപ്പൊ ആധുനിക സംവിധാനങ്ങളുണ്ടല്ലോ, മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഖിബ്ല നിർണയിക്ക്, അവിടെ നിസ്കരിക്ക്. അതാ ഈമാന്റെ പവർ. അവിടെ നമസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ മരുഭൂമിയിലുള്ള യാത്ര ചെയ്യുമ്പോൾ പള്ളിയിലെ നിസ്കാരം എന്ത് ഖലാക്കോ? നിസ്കാരം ഖലാകുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം അവിടെ. അതാണ് വേണ്ടത്. അല്ല സ്ഥലമില്ല, അത് വൃത്തികേട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഭൂമി നമുക്ക് വെടിപ്പാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ വൃത്തികേടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോയിട്ട് മലമൂത്രത്തിന്റെ മുകളിൽ നിസ്കരിക്കൂലല്ലോ. നമുക്ക് എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ നിസ്കരിക്കണം, ഖലാക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമം അതാണ്. വിനോദത്തിന് പോകുമ്പോ, കറങ്ങാൻ പോകുമ്പോ, അടിച്ചു പൊളിക്ക് പോകുമ്പോ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ വിനീതൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാര് ആ പാർക്കിലൊന്നും നിസ്കരിക്കുന്നത് കാണുന്നില്ല. മഗ്രിബ് ഖലാ അല്ലേ, അസർ ഖലാ അല്ലേ, തന്റെ മക്കളെ കൊണ്ട് കറങ്ങുന്നതിനൊരു കൂസലില്ല, നമസ്കാരം ഖലാവുകയാ. എന്റെ പൊന്നു പെങ്ങളെ, ഒരു മുസല്ല വിരിച്ചു നിനക്ക് ആ പാർക്കിന്റെ ആ ചെടിയുടെ ഓരത്ത് പരിശുദ്ധമായ അസറോ മഗ്രിബോ നിനക്ക് നമസ്കരിച്ചുകൂടെ? ആ മണ്ണ് നിനക്ക് നാളെ സാക്ഷ്യം വഹിക്കുകയില്ലേ? അവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ എവിടെ നിസ്കരിച്ചാലും ആ സ്ഥലം നാളെ ആഖിറത്തിൽ നമുക്ക് സാക്ഷി പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി ഫീ ബുഖഅത്തിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശഹിദത് ലഹു യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ദാസന്മാരിൽ നിന്നോ ദാസിമാരിൽ നിന്നോ ആരെങ്കിലും ഭൂമിയുടെ മുകളിൽ എവിടെയാണോ അവർ നമസ്കരിക്കുന്നത്, ആ മണ്ണ് അവർക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമത്രേ. അല്ലാഹുവേ, എന്റെ മണ്ണിൽ നിന്റെ ദാസൻ നെറ്റിത്തടം വെച്ച മണ്ണാ, നിന്റെ ദാസി നെറ്റിത്തടം വെച്ച മണ്ണാണ് നാഥാ, ഞാനതിന് സാക്ഷ്യമാണ് അല്ലാ. നമ്മൾ യാത്ര ചെയ്യുമ്പം ഹൈവേ റോഡ് നാളെ നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുക. ഹൈവേ റോഡ്, പമ്പ്, പാർക്ക്, ബീച്ച് അനുകൂലമായിട്ട് നിൽക്കും. നിസ്കരിക്കണം അവിടെ പോയിട്ട്. കാട്ടിൽ കറങ്ങാൻ പോകുമ്പോ കാട്ടിൽ നിസ്കരിക്കണം. അല്ലോ, പുലി പറയും കൂടെ വന്നാലോ? അതാ അള്ളാഹെ പേടിയില്ലാത്തോണ്ടാ പുലിയെ പേടിക്കുന്നു. അള്ളാഹെ പേടിയില്ല. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മളെ പേടിക്കും. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു നോക്കുക. അതൊക്കെ കാടൊക്കെ നാളെ നമുക്ക് സാക്ഷി പറയും, നമുക്ക് വേണ്ടി സാക്ഷി പറയും. നിങ്ങൾ പറഞ്ഞ വാക്കല്ലേ? അതുകൊണ്ടല്ലേ മസ്ജിദ്, ഈ മസ്ജിദിൽ ആര് പോയിട്ട് നിസ്കരിക്കുന്നു നല്ലപോലെ ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് ഒരേ സ്ഥലത്തെ നിന്ന് നിസ്കരിക്കുള്ളൂ മസ്ജിദില്. ചില ഉപ്പമാരുടെ ഒക്കെ സ്വഭാവമാണ്, ഒരേ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കും. അവിടെ നിന്ന് അതേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കും, ഒരേ സ്ഥലത്ത്. പണ്ട് പോലെ അങ്ങനെയാണ് ചില ആൾക്കാർ. അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് സ്ഥലം നിർണ്ണയിക്കാനൊന്നും ഇസ്ലാമിൽ അനുവാദം ഇല്ല. പക്ഷെ നമ്മുടെ ആളുകൾ, ചില ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാത തബ്കി അലൈഹി മുസല്ലാഹു വമസ്അദു അമലി ബിനസ് സമാ. അല്ലാഹുവിന്റെ ദാസൻ മരണപ്പെട്ടാൽ അവൻ നമസ്കരിച്ചിരുന്ന മുസല്ല, ആ നമസ്കരിച്ച സ്ഥലം, ആ നമസ്കാരത്തിൽ അത്തഹിയാത്ത് പൂർത്തിയാക്കിയ സ്ഥലം, അവിടെ നിന്ന് ആകാശത്തേക്ക് അവന്റെ നന്മകൾ ഉയർത്തപ്പെടുന്ന സ്ഥലമെല്ലാം ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി കരയുമത്രേ. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നമ്മൾ മരിച്ചാൽ കരയൂ നമുക്ക് വേണ്ടി. ഇവിടെ ഭാര്യ എത്ര ദിവസം കരയും? നമ്മളൊക്കെ വലിയ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ സംഭവം. എത്ര ദിവസം കരയും ഓള്? 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ ഇരിക്കണം, 40 ദിവസം ഇരുന്നിട്ട് ഓടുകയാണ്. ഞാൻ എത്ര മഹല്ലിൽ ജോലി ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. ഇന്നും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ്. ഭർത്താവ് മരിച്ച് 10 ദിവസം 20 ദിവസമല്ല, ആള് പെണ്ണുമ്പിള്ള ഇറങ്ങി റോഡിലൊക്കെ കറങ്ങാനും ഷോപ്പിങ്ങിന് പോകാനും തുടങ്ങി. അല്ലാഹുവേ, പാവം, കഷ്ടം. ആ ഭർത്താവ് എന്ത് ത്യാഗം സഹിച്ചിട്ട് ഇവളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അയാൾ മരിച്ചു പോയിട്ട് അവൾ ഇറങ്ങണമില്ലാത്താൻ എന്ത് ബന്ധം? 4 മാസവും 10 ദിവസം ഇരിക്കണ്ടേ?
എന്ത് ഇസ്ലാം? അതാണ് ഭർത്താവും ഭാര്യ തമ്മിലുള്ള ബന്ധമൊക്കെ പോയി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ പിടിക്കുകയാണ്. അതിന് മുമ്പേ ഒപ്പിച്ച് വെക്കും സംഭവം. ആൾ ഔട്ടാവാറായെന്നറിയുമ്പോൾ എല്ലാം ലൈനാക്കി റെഡിയാക്കി വെക്കും. ആൾ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിന്റെ ഒരു നിയമ നടപ്പനുസരിച്ച് ഒരു 40 ദിവസം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് പിന്നെ ഉടനെ അടുത്ത ഹായ് അടിച്ചുവിടുകയാണ് സംഭവം. എന്ത് ബന്ധമുള്ള എന്ത് ബന്ധം? നമ്മൾ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ സംഭവം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു തീരുമാനം വെച്ചത്. നിനക്ക് വേണ്ടി കരയാൻ 40 ദിവസം നിനക്ക് വേണ്ടി മുസല്ല കരയും നബിന റസൂലുള്ളാഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തബ്കീ അലൈഹി മുസല്ലാഹു 40 ലൈല 40 സബാഹ. 40 ദിനരാത്രങ്ങൾ മനുഷ്യ നീ മരിച്ചു പോയാൽ നീ സുജൂദ് ചെയ്ത എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം നിനക്ക് വേണ്ടി 40 ദിനരാത്രങ്ങൾ കരയുമത്രേ. കരഞ്ഞുകൊണ്ട് അല്ലാഹു ോട് ശഫാഅത്ത് ചെയ്യുമത്രേ. 40 ദിവസം നമ്മുടെ മുസല്ല കരയും ട്ടോ. 40 ദിവസം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എവിടേക്ക് നമ്മൾ പോയാലും പോയിട്ട് നിസ്കരിക്കണം. അവിടെ ആ സ്ഥലവും കരയും. നമ്മൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ നമ്മൾ മരിക്കുന്ന സമയത്ത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി കരയും. എന്തിനാ ശഫാഅത്ത്? അപ്പം പോയില്ലേ? അതാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ. അതാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ഇന്നൽ മസാജിദ ബുയൂത്തുൽ മുത്തഖീൻ ഫമൻ കാനത്തിൽ മസാജിദു ബൈതഹു ജഅലല്ലാഹു ലഹു അർറൗഹ വറാഹ വൽ ജവാസ അലാ സിറാത്ത്. സത്യവിശ്വാസികളുടെ സങ്കേതമാണ് മസാജിദുകൾ. കണ്ടോ? ആരാണ് മസ്ജിദിൽ ഇരിക്കേണ്ടതും വഹിക്കേണ്ടവരും പോകേണ്ടവരും? സത്യവിശ്വാസികൾ. നല്ലപോലെ ഗൗരവത്തോടെ ഇത് കേട്ട് പഠിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഒരു പ്രസിഡന്റ് കസേരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഞാനും നിങ്ങൾ അവസാനം അവന്റെ പര്യവസാനം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് പോയി ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഹദീസ് നബി സല്ലല്ലാഹു പറഞ്ഞ വാക്കാണ്. മസ്ജിദ് ആരുടെ വീടാണ്? ഇന്നൽ മസാജിദ ബുയൂത്തുൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ വീടാണ്, ഭവനമാണ്, വാസകേന്ദ്രമാണ്, വാസസ്ഥലമാണ് പരിശുദ്ധമായ മസാജിദുകൾ. നബി തങ്ങൾ പറയുന്നു, ഫമൻ കാനത്തിൽ മസാജിദു ബൈതഹു. ആരെങ്കിലും തന്റെ മസ്ജിദ് വീടാക്കി മാറ്റിയാൽ ജഅലല്ലാഹു ലഹു അർറൗഹ വറാഹ വൽ ജവാസ അലാ സിറാത്ത്. അവർക്ക് ഭൗതികവും ആത്മീയവുമായ ആനന്ദം അല്ലാഹു നൽകുകയും സിറാത്ത് എന്ന പാലത്തിലൂടെ വളരെ വേഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമത്രേ. ആരുടെയെങ്കിലും വീട് പള്ളിയാക്കി മാറ്റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പൊളിച്ചിട്ട് അവിടെ വീട് കെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ എപ്പോഴും കൂടുതൽ സമയം ഒരാൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് വീട്ടിലാണോ പള്ളിയിലാണോ? എവിടാ? വീട്ടിലാണ്. എന്നാൽ അതേപോലെ കൂടുതൽ പള്ളിയിൽ പോയി താമസിക്കാൻ, പള്ളിയിലിരിക്കാൻ, പള്ളിയിൽ എത്തിക്കാഫിരിക്കാൻ, പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം ആർക്കുണ്ടോ അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കൂടുതൽ സമയം പള്ളിയിലിരിക്കാൻ കൊതിയാണ്, പള്ളിയിൽ പോകാൻ ആഗ്രഹമാണ്. അങ്ങനെ പള്ളിയിൽ പോകാനും പള്ളിയിൽ എത്തിക്കാഫിരിക്കാനും ദിക്ർ ചൊല്ലാനും ആവശ്യമില്ലാത്ത സമയം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നേരെ പള്ളിക്ക് വന്നിരുന്ന് അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതിക്കൊണ്ട് എത്തിക്കാഫിന്റെ നിയത്തിൽ അവിടെ ദുആ ചെയ്ത് കഴിയാൻ, അങ്ങനെ വീട് പോലെ അവിടെ കഴിയാൻ ആഗ്രഹം ആർക്കലുണ്ടോ? ഭൗതികവും ആത്മീയവുമായ വഴി അല്ലാഹു എളുപ്പാക്കി തരും. സിറാത്ത് എന്ന പാലത്തിൽ വേഗം അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഹത്തീബും മോദീനൊക്കെ കിട്ടുള്ള ഭാഗ്യം. ഞങ്ങളെപ്പോലുള്ളവർക്ക് വേറെ ആരും ഇല്ലല്ലോ. ഇപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ അവിടെ. അതുകൊണ്ട് ഈ പണി കൊള്ളാം. ഈ പള്ളിയിലത്തെ പണി നല്ല പണിയാണ്. ഇപ്പോൾ സമയത്ത് നമുക്ക് അവിടെ തന്നെ കഴിഞ്ഞുകൂടാല്ലോ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അല്ല, നമ്മളെവിടെ പള്ളിയിൽ നിന്ന് പണി നിസ്കാരം കഴിഞ്ഞ ഉടനെ നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അടുത്ത റോഡിലാണ്, അടുത്ത കാല്. ജുമാക്കൊക്കെ വരുന്ന ഓരോ ചങ്ങാതിമാർ എപ്പോഴാ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ അല്ലാഹു യഅലമു മാ തഫ്അലൂൻ. പെട്ടെന്ന് ഓടി വരും ആ സമയത്ത്. അതുവരെയും വെളിയിൽ നിൽക്കും. എന്നിട്ട് ഓടി വന്ന് പെട്ടെന്ന് കേറിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പെട്ടെന്ന് ഇറങ്ങി. എന്റെ പൊന്നു ചങ്ങാതി, എനിക്ക് ഇക്കാരമില്ല, ഒരു ഉല്ലുമില്ല, വേസ്റ്റ്.
ഈ ചങ്ങാതിമാർക്ക് വല്ല മനസ്സിലാണ്. ഈ ഖുതുബ തുടങ്ങുന്ന സമയത്ത് ഖുതുബ ഇമാമ ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ, മിമ്പറിലേക്ക് ഇമാമ് കയറി കഴിഞ്ഞാൽ മലക്കുകൾ ഏടടയ്ക്കും. സ്റ്റോപ്പ്, ഖലാസ്. പിന്നെ വരുന്നവർക്ക് നോ ജുമാ. ഈ ചങ്ങാതിമാർക്ക് പറഞ്ഞാൽ വല്ല മനസ്സിലാവൂ? മിമ്പറിൽ ഇമാമ് ഖുതുബായിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്നവന് ജുമാ ഇല്ല. പിന്നെ വെറുതെ വന്ന് നിസ്കരിച്ചിട്ട് പോകാന്നുള്ളതല്ലാതെ മാഫി ഫായിദ ഒരു ഗുണവുമില്ല. ആര് കേൾക്കാന്? ഏത് ചങ്ങാതി കേൾക്കാൻ? ആര് മനസ്സിലാക്കാൻ? ആരാ വരുന്നത്? ഇത്ര പറഞ്ഞുകൊടുത്താൽ തലയ്ക്ക് ഇത് കയറണ്ട ഈ ചങ്ങാതിമാരോട്. ഇവ ലാസ്റ്റ് ഘട്ടത്തിൽ വരെയാണ്, എന്റെ പൊന്ന് തങ്ങളെ എന്തിനാ നീ ഇങ്ങനെ ജുമാ നിസ്കരിക്കുന്നത്? എന്റെ ആവശ്യം എന്ത്? അതുകൊണ്ട് ഫായിദയില്ല. നിനക്ക് ജുമാ വേണോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വാ, ഇല്ലെങ്കിൽ ഖുതുബാക്ക് മുമ്പേ നീ പള്ളിയിൽ കയറ്. ഖുതുബാക്ക് മുമ്പ് പള്ളിയിൽ കയറ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ മലക്കുകൾ വാതിൽ നിന്ന് പേര് വെട്ടും. അപ്പോഴേ ഏട് മടക്കിയിട്ട് ഖുതുബ കേൾക്കും മലക്കുകൾ. അങ്ങനെയാണ് ഹദീസ്. മലക്കുകൾ ഖുതുബ കേൾക്കും. പിന്നെ വരുന്നവരെ പരിഗണിക്കില്ല. പിന്നെ വരുന്നവരെല്ലാം പൗരത്വം ഇല്ലാത്തവരാണ്. അവർക്കൊന്നും പൗരത്വം ഇല്ല സംഭവം. പിന്നെ വരുന്നവർ, അതാണ് യഥാർത്ഥത്തിൽ പൗരത്വം ഇല്ലാത്തവർ. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്ക്. അല്ലെങ്കിൽ ജുമാക്ക് പോ. നാളെ ആഖിറത്തിൽ നമ്മുടെ കിതാബ് എടുത്ത് നമ്മുടെ മുന്നിൽ എടുത്ത് വെച്ച് വരുമ്പോ ഒന്നും കാണൂല. അളിയ ഞാൻ എല്ലാ ജുമാക്ക് സ്കെച്ചില്ല അളിയ, എല്ലാം ബ്ലാങ്ക് ആണല്ലോ അളിയ, ഒന്നുമില്ലല്ലോ അള്ളാ പടച്ചവൻ എല്ലാം തിരിച്ചു മറിച്ചു നോക്കും നോക്കും. ഇല്ല അളിയ ഒന്നുമില്ല അളിയ, എല്ലാം വേസ്റ്റ് ആയി പോയി. അതുകൊണ്ടാണ് മസ്ജിദിൽ എപ്പോഴും നമ്മൾ കാണുന്നു പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മസാജിദി ഔതാദാ, ചില മസ്ജിദുകളിൽ തൂണുപോലെ നിരന്തരമായിരിക്കുന്നവരുണ്ട്. എപ്പോ നോക്കിയാലും പള്ളിയിൽ. ചില ആളുകളുണ്ട് പള്ളിയിൽ എപ്പോ നോക്കിയാലും പള്ളിയിൽ. വീട്ടിൽ നോക്കിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് പറയും പള്ളിയിൽ. ചില ആളുകളുണ്ട് പെണ്ണുങ്ങളെടുത്ത് ഭാര്യയെടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് പള്ളിയിൽ പോയിരിക്കും. അങ്ങനെയുണ്ട്. വീട്ടിൽ സ്വസ്ഥതയില്ല, അവളുടെ അടുത്ത് ഇരുന്നിട്ടൊന്നും വലിയ റാഹത്തില്ല. അതിനേക്കാളും നല്ലത് പള്ളിയിൽ വന്നിരിക്കലാണ് നല്ലത്. 4 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ വരുന്ന ഉപ്പമാരൊക്കെ ഉണ്ടാവില്ലേ? ഒരു രക്ഷയില്ല, വലിയ ഫായിദൊന്നുമില്ല. പിന്നെ അതിനേക്കാൾ നല്ലത് പള്ളിയിൽ അങ്ങാണ്ടിരുന്നാൽ മതി. ഉസ്താദെ കിടന്ന് മരിച്ചാൽ മതി. ഓ അതെന്താ ഇത്ത ഇല്ലേ? ഓ എന്ത് ഇത്ത, അതൊക്കെ അവർക്കൊന്നും ഇപ്പം നമ്മൾ വയസ്സാം കാലത്ത് നമ്മൾക്കൊന്നും ചായ ഇട്ട് തരാനും വെള്ളം ഇട്ട് തരാനൊന്നും അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. രാവിലെയൊക്കെ നമ്മൾ കണ്ടിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചില വയസ്സന്മാർ കടയിലേക്ക് ഓടുന്നത്. എന്താ കടയിലേക്ക് പോകുന്നത്? ഓ അവളെ 8 മണിയാവും ഉസ്താദ് എഴുന്നേക്കാൻ, ഒരു ചായ ഇട്ട് തരാൻ പോലില്ല. എന്നാ പറയാൻ പറ്റുമോ? ഭാര്യയെ വിളിച്ചുണർത്തുന്നു. തീർന്നില്ലേ? പഴയ കൊടുത്ത അടിയാധാരമൊക്കെ ചോദിക്കും. എൻ്റെ വാപ്പ വന്ന അടിയാധാരോട് എന്നെ വിളിച്ചുണർത്തി. 100 പവനും 50 പവനും ഒക്കെ പണ്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ഇപ്പൊ തിരിച്ചു ചോദിക്കുകയാണ് പെണ്ണുങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സുബഹിക്ക് നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, നീ അവിടെ കിടന്നോ, നീ ഒന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ കടയിൽ പോയി ചായ കുടിച്ചോളാം. ഭർത്താവിനെ രാവിലെ തഹജ്ജുദിന് വിളിച്ചോണത്തി കട്ടൻ കാപ്പി ഇട്ട് ചൂട് കാപ്പി കൊടുത്തിട്ട് സുബഹി തഹജ്ജുദ് നിസ്കരിക്കുക. എന്നിട്ട് സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണം. സുബഹി കഴിഞ്ഞ ഉടനെ 2 അപ്പം തിന്നിട്ട് പോകണം. അൽഹംദുലില്ലാഹ് സുബഹി കഴിഞ്ഞുള്ള കഴിപ്പ് നല്ലതാണ്. ഞാൻ എൻ്റെ ശൈലി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. അപ്പൊ രാവിലെ അത് കഴിച്ച റാഹത്തെ ശരീരത്തിന് ആരോഗ്യം കിട്ടും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കുക 12 മണിക്ക്. ചുമ്മാലില്ലാത്ത അസുഖമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ആ കുടല് നാറിയിട്ട്, ചെറുകുടല് വൻകുടലൊക്കെ നാറിയിട്ട് ആളുകളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നാറ്റടിക്കുകയാണ്. ചുമ്മാ കട്ടൻ ചായയിൽ ഇങ്ങനെ നിൽക്കും. സുബഹി കഴിഞ്ഞോണ്ട് കഴിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് അജുവ ഈത്തപ്പഴം വാങ്ങി വെച്ച് അത് കൊണ്ട് കഴിക്കുക. ഈത്തപ്പഴം ദാഹത്തോട്ട് സുബഹി കഴിഞ്ഞോണ്ട് കഴിക്കുക. 10 പിന്നെ ബദാം തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം, രാവിലെ എടുത്ത് കഴിക്കണം. അത് ഉരിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തിന്നാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ തിന്നണം. ബദാമിന് 1 കിലോയ്ക്ക് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഗുണമുള്ള സാധനമാണ്. അണ്ടിപ്പരിപ്പ് 10 ദിവസം തിന്നണം, നല്ല കൊളസ്ട്രോൾ ഉണ്ടാവും. ആളുകൾ പറയാം അണ്ടിപ്പരിപ്പ് എന്നാൽ കൊളസ്ട്രോൾ മോശമാവുന്നു. നല്ല അണ്ടിപ്പരിപ്പ് തിന്നണം. ഒരു 10 ഈത്തപ്പഴം വീതം തിന്നണം, നല്ല സ്റ്റാമിന ഉണ്ടാവും. സ്റ്റാമിന 2000 ഒന്നും തിന്നണ്ട, ഈത്തപ്പഴം അടിച്ചാൽ മതി, നല്ല ഉഷാറാ, എല്ലാ കാര്യത്തിനും ഉഷാറാണ്.